പത്രോസിൻ്റെ ഒന്നാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? പറഞ്ഞേ. ദൈവവചനം ഉള്ളിൽ വീണ് മാനസാന്തരം ഉണ്ടാകുന്നു. റിപ്പൻഡന്റ് ആൻഡ് ബാപ്റ്റിസം. റിപ്പൻഡന്റ്, മാനസാന്തരം, അനുതാപം. പെന്തോക്കോസുകാരെ ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഒരു സഭയിലില്ല. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റായി പോകും അല്ലേ? ഉണ്ട്. വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ സഭകളിൽ വീണ്ടും ജനനം പ്രാപിച്ചവർ. ബാക്കിയൊക്കെ എങ്ങനെയുള്ളവരോ പാസ്റ്ററെ? കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ച്, ലോറി മേടിച്ചു കൊടുത്ത്, കാറ് മേടിച്ചു കൊടുത്ത്, വീട് മേടിച്ചു കൊടുത്ത്, പഠിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജോലി മേടിച്ചു കൊടുത്ത്, സഭയിൽ കൊണ്ടുവന്നിരുത്തി, ഉണങ്ങിയ ഭാവിനെ നനഞ്ഞ ഭാവിയാക്കി വെച്ച് പാട്ടും പാടി പാസ്റ്റർമാര് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഇത്തുങ്ങളൊന്നും വീണ്ടും ജനനം പ്രാപിച്ചവരല്ല. എൻ്റെ പ്രസംഗം പാസ്റ്റർമാർ കേട്ടിട്ട് എന്നോട് ദേഷ്യപ്പെടണ്ട. ഞാൻ സത്യമായിട്ട് പറയുക. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്യാപ്റ്റൻ ഷോമോല് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആരെയും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ആരും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് സ്വർഗത്തിലെ ദൈവം. അത് ഇഷ്ടപ്പെട്ടാൽ മതി. ദൈവപുത്രൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. അതുപോലെ ഞാനും നിങ്ങളെൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ ഇഷ്ടം ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ചെൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചെൻ്റെ സ്നേഹത്തിൽ വസിക്കും. ദൈവസ്നേഹത്തിൽ വസിക്കാൻ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ മതി. മനുഷ്യൻ്റെ ഇഷ്ടം ചെയ്യണമെന്നില്ല. മനുഷ്യനോട് ബഹുമാനം കർത്താവ് വാങ്ങിയില്ല. നമ്മളും ബഹുമാനം വാങ്ങരുത്. മനുഷ്യൻ്റെ ബഹുമാനം വാങ്ങിയ മനുഷ്യൻ അടിമയായി പോകും. നമ്മൾ കർത്താവ് നമ്മളെ മാനിച്ചാൽ മതി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. മനുഷ്യൻ്റെ ബഹുമാനവും മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി മനുഷ്യൻ കിടന്ന് പരക്കം പായുന്നൊരു കാലഘട്ടമാണിത്. അപകടം അതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ വീണ്ടും ജനനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്രോസ് വീണ്ടും ജനനത്തെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ മറ്റപ്പോസ്റ്റലന്മാരാരും അത്ര കണ്ട് പഠിപ്പിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നണത്. ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചു. അത് കർത്താവാ ജനിപ്പിച്ചത്. ഇവിടെ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വചനം ഉള്ളിൽ വീണു, ജനിപ്പിച്ചു. യാക്കോബ് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ക്ലിയറായി. യാക്കോബ് എന്താ പറഞ്ഞത്? സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനനം ദൈവവചനം ഉള്ളിൽ വീണാണ് സംഭവിച്ചത്. പത്രോസിന്റെ ലേഖനം മനോഹരമായി പഠിപ്പിക്കുന്നു. യാക്കോബിന്റെ ഒരു വാക്യവും പഠിപ്പിക്കുന്നു. ഇനി അതേക്കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായം. വചനം നിനക്ക് സമീപമായിരിക്കുന്നു, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. 8-ാം വാക്യം, 10-8. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. ആ ഭാഗം ഒന്നുകൂടി തെളിയിച്ചു തരാം. അതിൻ്റെ 13-ാം വാക്യം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കാത്തവനില്ലാത്ത എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നുവെന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ സ്കൂളിൽ പോകാത്തവനായിക്കോട്ടെ അവൻ പ്രസംഗിക്കുമ്പോൾ ഒരു 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 വിദ്യാജ്ഞാനത്താൽ നിറഞ്ഞൊരു വ്യക്തി അത് വിശ്വസിച്ചാൽ അവന് രക്ഷയുണ്ട്. യേശു കർത്താവിനെ വിശ്വസിക്കുന്നതിലൂടെയാണ് ആത്മരക്ഷ. ഇവിടെ ഒരു തിരിവ് ഞാൻ പറഞ്ഞുതരാൻ താല്പര്യപ്പെടുന്നു. നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നീതീകരണം, ഹല്ലേലൂയ, ജസ്റ്റിഫിക്കേഷൻ, സാന്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, 3 കാര്യമുണ്ട്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഇതാരും ഇത് പ്രസംഗിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പാർട്ട് എടുത്ത് പ്രസംഗിച്ചങ്ങ് പോവുക. ഇത് 3 ഒരുമിച്ച് ചേർത്ത് പഠിക്കേണ്ട വിഷയമാണ്. യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ നമുക്ക് പിതാവിൽ നിന്നുള്ളൊരു നീതീകരണം കിട്ടുന്നു. എന്താണ് ആ നീതീകരണം? യേശു എൻ്റെയും പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ തൻ്റെ പുത്രനിൽ അവൻ വിശ്വസിച്ചത് കൊണ്ട് പിതാവ് അവനെ നീതിമാനായിട്ട് കാണുന്നു. അതാണ് ജസ്റ്റിഫിക്കേഷൻ. ഹല്ലേലൂയ.
അതിൽ മനുഷ്യന്റെ പങ്കില്ല. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദാനമായി തരുന്നൊരു നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ പ്രാപിച്ചവൻ എന്ത് ചെയ്യണം? സാന്റിഫിക്കേഷൻ പ്രാപിക്കണം. അതെന്താ? എന്താ സാന്റിഫിക്കേഷൻ? വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. എന്താ വിശുദ്ധീകരണം? അനുദിന ജീവിതത്തിൽ പാപം വിട്ടൊഴിഞ്ഞ് വിശുദ്ധമായി ജീവിച്ച് ഓരോ പ്രാവശ്യം റോമാലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ നീതി ചെയ്തുകൊണ്ടിരിക്കണം, വചനം അനുസരിച്ചുകൊണ്ടിരിക്കണം. വചനം അനുസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? വിശുദ്ധീകരണം. പറയാനത് എത്ര മടി, വരട്ടെ തോന്നണം ശക്തിയോടെ. വചനം അനുസരിക്കുമ്പോൾ എന്ത് കിട്ടുന്നു? വിശുദ്ധീകരണം. വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം ഈസിക്കൽ ടു നിത്യജീവൻ. നിത്യജീവൻ. വചനം അനുസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നതാണ് വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തിന്റെ അന്തമാണ് പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. ഈ പ്രോസസ്സിങ്ങിലൂടെ പോകാതെ നിത്യജീവൻ ആർക്കും കിട്ടത്തില്ലെന്ന് പുതിയ നിയമം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ആദ്യം ദൈവത്തിന്റെ നീതീകരണം പ്രാപിക്കും. ഈ വിഷയം പല പ്രാവശ്യം പ്രസംഗിക്കണം എന്ന് ഹൃദയത്തിൽ ചിന്ത ഉണ്ടെങ്കിലും ഇപ്പോഴത് കയറി വന്നതുകൊണ്ട് ഞാൻ പറയുക. യേശുക്രിസ്തു എൻ്റെയും പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നമുക്കൊരു കാര്യം മാത്രമേ കിട്ടുന്നുള്ളൂ, നീതീകരണം. ആ നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് എന്ത് കിട്ടുന്നത്? തേജസ്കരണം കിട്ടുന്നത്. ഇത് നമ്മൾ മറന്നുപോയാൽ പോയി, സകലതും പോയി. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. അവൻ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നീതീകരിച്ചു, അത് യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ പിതാവിൽ നിന്ന് കിട്ടിയ നീതീകരണം. ആ നീതീകരണം പ്രാപിച്ചവൻ വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളത് ഈ ഭാഗത്തില്ലെങ്കിലും റോമർ 6:19 അത് മനോഹരമായി എഴുതി വച്ചിരിക്കുന്നു. ഞാനത് വായിക്കാൻ താല്പര്യപ്പെടുക. നിങ്ങളുടെ ജഡത്തിന്റെ ബലിയുടെ നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം കിട്ടും. അതിനായിട്ട് അടിമകളാക്കി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിക്കാനാണ് ഇവിടെ പൗലൂസ് പഠിപ്പിക്കുന്നത്. ഇതാർക്കും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. പൗലൂസ് പറഞ്ഞ ഉപദേശങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന്, ഗ്രഹിക്കാൻ പാടാണെന്ന് പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് പഠിച്ചെടുക്കേണ്ട കാര്യമാണിത്. കാര്യങ്ങളെ മനസ്സിലാക്കാതെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അതിനൊന്നും ചെവി കൊടുക്കാറില്ല. പറയുന്നത് കേൾക്കും, എനിക്ക് അവരോട് പിണക്കവുമില്ല. ഹല്ലേലൂയ. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഈ 3 മേഖലയിലൂടെ പോകാതെ സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണാൻ ആർക്കും പറ്റത്തില്ല. ആരാ പറയുന്നത്? പൗലോസ് പറയുക. പൗലോസ് ആരാ? പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടു. പൗലോസ് പറയുക. നമ്മൾ പൗലോസ് പറയുന്നത്, പത്രോസ് പറയുന്നത്, യോഹന്നാൻ പറയുന്നത്, യാക്കോബ് പറയുന്നത്, യൂദ പറയുന്നത്, കർത്താവ് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടത്. പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നു. 2 പത്രോസ് 3:1 വാക്യം ഒന്ന് വായിച്ചോട്ടെ. 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചോട്ടെ. 2 പത്രോസ് 3:1-2 പെട്ടെന്ന് വായിച്ചോട്ടെ. ഒരു വലിയ മർമ്മമുണ്ട് അവിടെ. ഇന്നത്തെ പെന്തക്കോസ്തുകാർ അതൊക്കെ മറന്നു കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. വായിച്ചോ പ്രിയമുള്ളവരെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ അവിടെ നിൽക്കട്ടെ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനം ഉൽപ്പത്തി മുതൽ മലാഖി വരെ. അടുത്ത നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായും തന്ന കൽപ്പന, അതാ പുതിയ നിയമം. ആ 4 സുവിശേഷങ്ങൾ കർത്താവ് അവരെ പഠിപ്പിച്ചതാ. സുവിശേഷങ്ങൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാ. അപ്പൊ സഭ ആര് പഠിപ്പിച്ചു? കർത്താവ് പഠിപ്പിച്ചില്ല. അപ്പോഴോ കർത്താവ് പഠിപ്പിക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. നല്ല പ്രോപ്പർ ചാനലിലാണ് ഞാൻ ഈ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കേട്ട് പഠിച്ചു.
ഇല്ലെങ്കിൽ ആയുസിലൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ പ്രസംഗങ്ങൾ കേട്ടുന്ന ഒരു ചുക്കും പഠിക്കാൻ പറ്റത്തില്ല. വചനം പഠിപ്പിക്കലില്ലെന്ന് യു കെയിൽ ഒരു കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുന്നുണ്ട്, മനോഹരമായി അതിനെ പ്രസംഗിക്കുന്നുണ്ട്. അതിൻ്റെ പ്രസംഗം കേട്ട് ഞെട്ടിപ്പോയി. എന്ത് ഇത്രയും വചന വെളിപ്പാടുള്ള വികാസന്മാരുണ്ടല്ലോ എന്ന്. ഓ, ഭയങ്കര വചന വെളിപ്പാടാണ്. യു കെ കിടന്നാ പ്രസംഗിക്കുന്നതോളം. എൻ്റെ അനിയൻ്റെ മോന യു കെ പോയപ്പോൾ ഞാൻ അവന് കൊടുത്ത് ഈ മെസ്സേജ് ഇട്ടിട്ടുള്ള ഈ പാസ് ഇരിക്കുന്നതോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ ചുരുക്കമേ ഉള്ളൂ. ഒരു സ്റ്റേറ്റിലൊക്കെ പോലും 1 2 ഒക്കെ കാണുകയുള്ളൂ. ബാക്കി മുഴുവൻ ഈ അവിഞ്ഞത്തങ്ങൾ കിടക്കുക, ഗുണം പിടിക്കാത്തത്. പത്യവചനം പ്രസംഗിക്കാതെ വ്യാജ സുവിശേഷം പറഞ്ഞ് കോടീശ്വരന്മാരായി തീർന്നിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുമാണ് ഇവിടെ കിടന്ന് വരയുന്നത്. മനസ്സിലായിക്കോണം, അപകടമാണ്, സൂക്ഷിച്ചോണം. നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പന, അതാണ് പത്രോസിന്റെ പ്രയോഗം. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പന, അതാ പുതിയ നിയമം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, അതാണ് പുതിയ നിയമം. സഭ അനുസരിക്കേണ്ടത് അതാണ്. ഈ യുക്കെയിലെ പാസ്റ്റർ ലേഖനങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ലേഖനങ്ങളുടെ പ്രസക്തി എടുത്ത് പറഞ്ഞാലേ അത് അവർക്ക് ബോധ്യമാവത്തുള്ളൂ. ഞാനതുകൊണ്ട് അതിൻ്റെ പ്രസക്തി പറയുക. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചു കൊടുക്കണം. ഇത് തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇത് പല പ്രാവശ്യം കേട്ട് ഇത് നന്നായിട്ട് ഹൃദയത്തിൽ പേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ചീഞ്ഞളിഞ്ഞ കാര്യങ്ങൾ പേസ്റ്റ് ചെയ്ത് വെച്ച് ഈ ബാംഗ്ലൂർ പിള്ളേർ ഈ ബാംഗ്ലൂർ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ട്, ഫോണിലും ഈ ലാപ്പിലും ഒക്കെ പേഡിലൊക്കെ ചീഞ്ഞളിഞ്ഞതാണ് അതിൽ ഉള്ള മുഴുവൻ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് അത് കണ്ട് സന്തോഷിച്ചാണ് നിങ്ങളുടെ യാത്ര. പകുതി മുക്കാലും പിഴച്ചേത്തുകളായിട്ടാണ് തീരുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയമാകുന്ന കമ്പ്യൂട്ടറിൽ ഈ ദൈവവചനം അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. പുതിയ നിയമം അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമം കൽപ്പലകയിൽ എഴുതി, പുതിയ നിയമം ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. ഹൃദയം വചനത്തിൽ ഇല്ലെങ്കിൽ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിക്കാൻ കഴിയില്ല കേട്ടോ. അച്ചിമാരിലൂടെ വന്ന പോരുകളെ ജയിക്കണമെങ്കിൽ വചനം ഉള്ളിൽ വേണം. അല്ല, കറക്റ്റ് വചനം വേണം ഉള്ളിൽ. അല്ലെങ്കിൽ അവർക്ക് അടിമപ്പെട്ടു പോകും. നമ്മൾ സ്ത്രീ പുരുഷനെ ഭയപ്പെടണം, കീഴ്പ്പെടണം, ഭയപ്പെടണം, അനുസരിക്കണം. ഇതൊക്കെ വചനത്തിലുള്ളതാ. നേരെ തിരിഞ്ഞു കിടക്കുക ഇന്ന്. അതാണ് തലയും കുത്തി കിടക്കുന്നത് ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാകാതെ പോകരുത്. നീതീകരണം, വിശുദ്ധീകരണം. ഇനി തേജസ്കരണം എന്തിനാ? തേജസ്കരണം എന്താ? 1 യോഹന്നാൻ 3:2 പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പോൾ ഈ തേജസ്കരണം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സംഭവിക്കുന്ന കാര്യമാണ്. നീതീകരണം എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവം ചെയ്തതാ. തൻ്റെ പുത്രനിൽ വിശ്വസിച്ചപ്പോൾ അവൻ്റെ പാപത്തെ പിതാവ് ക്ഷമിച്ചു. ഇങ്ങനെ പഠിക്കാം. ഒരു കോടതിയിൽ കുറ്റം ചെയ്തവനെ കൊലയ്ക്ക് വിധിച്ചു കൊണ്ട് വിട്ടിരിക്കുക. ആ കുറ്റം വേറൊരാൾ ഏറ്റെടുത്ത് മരിക്കുന്നു, അവനെ ഫ്രീ ആയിട്ട് വിടുന്നു. ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. അത് കഴിഞ്ഞ് സാന്റിഫിക്കേഷനിലാണ് ഒരായുസ് മുഴുവൻ നമ്മൾ ജീവിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19, 20, 21, 22, 23 വാക്യങ്ങൾ ആ പഠനത്തിന് വേണ്ടി നിങ്ങൾ വായിച്ചു പഠിക്കുക. വിശുദ്ധീകരണം എന്നുള്ള വിഷയത്തിന് വേണ്ടി വായിച്ചു പഠിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 23-ാം അധ്യായത്തെ വാക്യം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ ഇവിടെ പത്രോസ് പഠിപ്പിക്കുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ, വീണ്ടും ജനനം എങ്ങനെ സംഭവിക്കുമെന്ന് പത്രോസ് പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? കെടാത്ത ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം ഉള്ളിൽ വീണാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. വീണ്ടും ജനനം പ്രാപിച്ച കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുകയല്ല ചെയ്യേണ്ടത്. അവൻ എന്ത് ചെയ്യണം? വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞുണ്ടായി, കുറച്ചു നാളിലൊക്കെ തൊട്ടിലിട്ടു.
ഇപ്പൊ തൊട്ടില്ലെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എടുത്ത് ചാടുവൻ. കാരണം എന്താ? ആള് വളർച്ച പ്രാപിച്ചു. നിങ്ങളുടെ കൊച്ചു ഇപ്പൊ തൊട്ടിൽ കിടക്കും, 1 വയസ്സ് കഴിയുമ്പോൾ അവനെടുത്ത് വെളിയിൽ ചാടും. പിന്നെ അവനെ തൊട്ടി കിടക്കത്തില്ല. പിന്നെ അവൻ ഓടണം, നടക്കണം, പിടിച്ച് നടത്തണം. പെന്തക്കോസ്തുകാർ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് നടക്കാൻ വയ്യാണ്ട് തൊട്ടിൽ കിടക്കുക. പാസ്റ്റർമാർ പാലിന് വരും വിഷമാണ് കൊണ്ടു കൊടുത്തോണ്ടിരിക്കുന്ന വായിൽ. എങ്ങനെയാ പറയാതിരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കൽ എല്ലാം കൂടി വന്ന് കൊച്ചു കുടിച്ച് ചീർത്ത് ശ്വാസം വിടാനും വയ്യ. ആത്മീയ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ജഡീയ കുഞ്ഞുങ്ങളെ കുറിച്ചല്ല. പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, വചനം ധ്യാനം അറിയത്തില്ല. ഒരു പാസ്റ്റർ പ്രസംഗിച്ചു ചോദിച്ചാൽ അതിന്റെ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയത്തില്ല. അത് തിരിച്ചറിയാൻ കഴിയാത്ത ശൈശവാവസ്ഥയല്ലേ? വായിച്ചാട്ടെ പാസ്റ്റർമേ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3, 1, 2, 3 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് ആത്മീയരോടൊന്ന പോലെയല്ല, ജഡീകന്മാരോടൊന്ന പോലെ അത്രേ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടൊന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. എന്താ കാര്യം? അടുത്ത് ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ, മതി. ഉണ്ടോ? ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളെ കുറിച്ചുള്ളൊരു ദൂതാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 8,000 സഭയുണ്ട്, 10,000 സഭയുണ്ട്, 50,000 സഭയുണ്ടെന്ന് പറഞ്ഞു കിടക്കുന്ന സഭകളിൽ കിടക്കുന്ന വിശ്വാസികളുടെ ചിത്രമാണ് ഇന്ന് പകലിൽ പൗലോസ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി അവിടുത്തെ അവസ്ഥ. ഈ ജഡീകന്മാരുടെ അവസ്ഥ എന്താ? ഫ്രാൻസിസ് ഒന്ന് പറഞ്ഞേ. തമ്മി തല്ലിക്കൊണ്ടിരിക്കും, വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷം പിടിച്ചോണ്ടിരിക്കും. നമുക്കൊന്ന് വായിക്കാം. അത് വായിച്ചു പോകുന്നത് വളരെ മനോഹരമാണ്. ഈ കൊരിന്ത് ലേഖനം ശരിക്കും വായിച്ചു പഠിക്കണം. എല്ലാ ലേഖനങ്ങളും വായിച്ചു പഠിക്കണം. അതിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾ കഴിവില്ല, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരുത്തൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസ് ആര്? പൗലോസ് ആര്? ഞങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകന്മാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഇവിടെ പാസ്റ്റർമാർക്ക് യാതൊരു വിലയും നിലയും ഒന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല. പാസ്റ്റർമാരൊക്കെ സെലിബ്രിറ്റികളായിട്ട് ഇപ്പൊ കിടന്ന് ചെത്തുക. ഇവിടെ ഒന്ന് ഊതുമ്പോൾ 4 കരണം അറിയുന്നവൻ വലിയ അഭിഷക്തൻ. ഒരു അഭിഷക്തനും അല്ല, പിശാച് ഉറഞ്ഞു തുള്ളുകയാണ് അവനിൽ. അല്ല കഥ. സെലിബ്രിറ്റി, സിനിമാ നടന്മാർ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞു ഇവിടെ പാസ്റ്റർമാർ സെലിബ്രിറ്റി ആയിട്ട് നടക്കുക. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മേശയുടെ ഡെസ്കിൽ മദ്യം ഒഴിച്ചു വെച്ച് പച്ചവെള്ളം കുടിക്കുന്നതിന് ഒരു വെള്ളം അടിച്ചുകൊണ്ടിരുന്ന് പ്രസംഗിക്കുന്ന ഒരു ഉപദേശം ഞാൻ കണ്ട. ഞാൻ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്ര നെറുകെട്ടവന്മാരാണ് ഇന്ന് ഈ വചനം എടുത്ത് പ്രസംഗിക്കുന്നതെന്ന് പറയുന്നവർ. മനസ്സിലായോ? ഈ ജനം മുഴുവൻ എന്ത് ചെയ്യും ബ്രദർ? എൻ്റെ വിഷയം അതാ. ഈ ജനം എന്താകും? എവരിത് കൊണ്ട് കോടികൾ ഉണ്ടാക്കി. ഈ ജനം ഇവിടെ പോകും. അതാണ് എൻ്റെ പോയിന്റ്. ഈ ജനം ഇവിടെ പോകും, നശിച്ചുപോയില്ലേ? അതാ ഞാൻ പ്രസംഗിക്കുന്നത്. ഇനിയെങ്കിലും തിരിച്ചറിയുക. ഈ വ്യാജ സുവിശേഷകന്മാരെ തിരിച്ചറിയുക. ഈ കള്ള അപ്പോസ്തലന്മാരെ തിരിച്ചറിയുക. ഈ കപട പ്രവർത്തകരെ തിരിച്ചറിയുക. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ ഒരു ദൂതനാകട്ടെ, നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മുൻ പറഞ്ഞോളൂ, പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച ഒരു വരവണ്ണം, ഒരു വ്യവസ്ഥ വിട്ട് ആരെന്തു പറഞ്ഞാലും അവർ വ്യാജന്മാരാണ്. അവരെ ഫോളോ ചെയ്യരുത്. അവിടെ ഫോളോ ചെയ്താൽ നിങ്ങളുടെ നിത്യത നരകത്തിലായിരിക്കും. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വീണ്ടും ജനനം പ്രാപിച്ചു വന്ന വിശ്വാസികൾ എങ്ങോട്ട് പോകുന്നു? അതാ പത്രോസിന്റെ ഇന്നത്തെ പഠിപ്പിക്കലേ. വീണ്ടും ജനനം പ്രാപിച്ചാൽ എന്ത് ചെയ്യണം ബ്രദർ? എന്ത് ചെയ്യണം? വളരണം. വളരാൻ ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചത്, ഇത് വായിച്ചതാ.
ആകയാൽ സകല ദുഷ്ടതയില്ല, ചതിവുമില്ല, വ്യാജഭാവമില്ല, അസൂയയില്ല എന്നുള്ളത് നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ, രക്ഷയ്ക്കായി വളരുവാൻ, രക്ഷയ്ക്കായി വളരുവാൻ. ഏത് രക്ഷ? അന്ത്യകാല രക്ഷ. കാഹളം ധരിച്ച് കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് രൂപാന്തരമോ അല്ലെങ്കിൽ നമുക്ക് ഉയർപ്പോ, മരിച്ചുപോയാൽ ഉയർപ്പോ കിട്ടണം. അതാണ് അന്ത്യകാല രക്ഷ. ഇന്നത്തെ പാസ്റ്റർമാർക്കും അറിയത്തില്ല, വിശ്വാസികൾക്കും അറിയത്തില്ല അന്ത്യകാല രക്ഷ എന്താണെന്ന് ചോദിച്ചാൽ. അവർ ഈ പാട്ടും പാടി ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക. 25 വർഷം ഞാനും പാട്ടും പാടി ഉറഞ്ഞു തുള്ളിയവനാ. ചാടുമ്പോൾ ഫാനിലെത്തുമായിരുന്നു തല. ആ വികലമായ ശൈശവമായ അവസ്ഥകളൊക്കെ കർത്താവിൻ്റെ ദാസന്മാർ ശാസിച്ച് അതിൽ നിന്നൊക്കെ ഉപദേശം പറഞ്ഞ് രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ചുമ്മാ അല്ല. ഞാൻ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടാത്തവനല്ല. ഇങ്ങനെയുള്ള ദുരുപദേശ സംഘങ്ങളുടെ പിറകെ പോയി പാട്ടും പാടി തുള്ളിച്ചാടി നടന്നവനാ. പിന്നെ മനസ്സിലായി ഇവര് നമ്മളെ നരകത്തിലെത്തിക്കുന്ന സെലിബ്രിറ്റികളാണെന്ന് മനസ്സിലായപ്പോൾ കാർക്കിച്ച് തുപ്പിയിട്ട് ഇറങ്ങി പോകുന്നു. അവിടെ മനസ്സിലായോ? എന്നെ 5 സംഘടനകളിൽ എനിക്ക് പാസ്സായിട്ടിരിക്കാൻ അനുവാദം കിട്ടി. ഒരു ചർച്ചിൽ ഇരുന്നാൽ കുറഞ്ഞ പക്ഷേ ഒരു 10-60,000 രൂപ വരുമാനം ഉണ്ടാവും. ഇവർ ചുമ്മാ കളിയൊന്നുമില്ല. ദാസന്മാരുടെ പുറകെ ഓശാന പടി ചമച്ച അടിച്ച് കിടക്കുക. ചമച്ച എന്ന് പറഞ്ഞാൽ അറിയോ? ഓശാരിച്ച് കിടന്നാൽ അതിന് കാശ് വേറെ. മനസ്സിലായോ? അവിടെ കാശും വേണ്ട, അവിടെ മഹത്വവും വേണ്ട, അവിടെ പഠിപ്പിക്കലും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ കർത്താവ് മഹാഭാഗ്യം നൽകി. അതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യാശയുള്ളത്, ഇന്ന് കണ്ണടഞ്ഞാലും നിത്യതയിൽ എനിക്കൊരു സീറ്റുണ്ടെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ, ആ പ്രാഗൽഭ്യം എനിക്കുണ്ട്. പൗലോസ് റോമാലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ആത്മാവോട് സാക്ഷ്യം പറയുന്നു ഞാനൊരു ദൈവ പൈതലെന്ന്. മനസ്സിലായോ? അതുപോലെ വേറെ എന്ത് വേണം നമുക്കിവിടെ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീണ്ടും ജനനം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് വചനം ഹൃദയത്തിൽ വീണ് മാനസാന്തരപ്പെടുന്നതാണ്. അല്ലാതെ കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ച്. ഇപ്പൊ ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട്, ഏതാണെന്നറിയോ? അവനാർക്കും കടക്കാരനല്ല. ലോകം മുഴുവൻ കടം മേടിച്ചിട്ടിട്ട് ഈ പാട്ട് പാടണം. മിണ്ടിപ്പോകരുത്. ഒരൊറ്റ മനുഷ്യന് കാശ് കൊടുക്കാതിരിക്കും പാടില്ല. എല്ലാം കൊടുത്ത് തീർത്തിട്ട് പാടിക്കോണം ഞാൻ ആർക്കും കടക്കാറില്ല. അല്ലെങ്കിൽ ആ പാടിയിൽ തെറ്റല്ലേ ബ്രദറെ? പിടിക്കപ്പെടില്ലേ? നമ്മൾ പാടുന്ന കർത്താവ് കേൾക്കുന്നില്ലേ? ഈ പോഷന്മാർക്ക് ആ ചിന്തയുണ്ടോ? ഞാനൊരു വചനം പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കർത്താവ് കേൾക്കുന്നില്ലേ? ക്യാമറ വെച്ച് ക്യാമറ പിടിക്കുന്നത് എന്താ? ആ ക്യാമറയുടെ അതിൻ്റെ സർക്കിളിൽ വരുന്ന മാത്രമേ അത് പിടിക്കത്തുള്ളൂ. റൗണ്ട് ക്യാമറ ആണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വരുന്നതൊക്കെ എത്ര പിടിക്കും? ഇത്ര മീറ്റർ, ഇത്ര ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ക്യാമറ ഏതാ? ആ ക്യാമറയുടെ പേരെന്താ? ഭൂമി, അതിൻ്റെ പൂർണ്ണതയും ഭൂതലം, അതിലെ നിവാസികളെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നു. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. കള്ളം പറയുന്ന പാസ്റ്റർമാരും സത്യം പറയുന്ന പാസ്റ്റർമാരും വ്യാജവിശ്വാസികളെയും കള്ളവിശ്വാസികളെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് പൗലോസിനെ കൊണ്ട് എഴുതിച്ചത്, ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം എന്ത് ചെയ്യും? അവനെ ന്യായം ചെയ്യും. അപ്പൊ നമ്മുടെ അവസ്ഥ എന്ത്? അതുകൊണ്ട് വീണ്ടും ജനനം എന്നുള്ള വിഷയം ആർക്കും ജനിപ്പിക്കാൻ കഴിയത്തില്ല. ഇത് വചനം, ദൈവവചനം ഹൃദയത്തിൽ വീണ് സംഭവിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ് വീണ്ടും ജനനം. അതിനെ നമ്മളാരും വികലമായി പഠിപ്പിക്കരുത്. കടം മാറ്റി, കഷ്ടത മാറ്റി, ബുദ്ധിമുട്ട് മാറ്റി, പ്രയാസം മാറ്റി, രോഗസൗഖ്യം കിട്ടി, അങ്ങനെ ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് വീണ്ടും ജനനത്തിലേക്ക് നടത്തപ്പെടാമെന്ന് ആരും ചിന്തിക്കരുത്. അതൊരിക്കലും നടക്കില്ല. അങ്ങനെ ഒരു വീണ്ടും ജനനം പുസ്തകത്തിൽ ഇല്ല. വീണ്ടും ജനനത്തെക്കുറിച്ച് പത്രോസും യാക്കോബും അപ്പോസ്തലന്മാരാണ് പഠിപ്പിക്കുന്നത്. അല്ലാത്തൊരു പഠിപ്പിക്കൽ ഈ ലോകത്ത് കിടന്ന് വിറകുന്നുണ്ട്. അത് സാത്താൻ്റെതാണ്. നിങ്ങളുടെ കടം മാറ്റി നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നാൽ നിങ്ങൾ സ്വർഗത്ത് പോകുന്ന ആരെങ്കിലും പറഞ്ഞാൽ തെറ്റ്. നിന്റെ രോഗം മാറ്റി നീ പ്രാർത്ഥനയ്ക്ക് വന്ന് ആരോഗ്യത്തോടെ ജീവിച്ചാൽ സ്വർഗത്ത് പോകുന്നവരെ തെറ്റി. കാരണം രോഗം മാറ്റി 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 60, 70, 80 വയസ്സാകുമ്പോൾ പിന്നെ വരുന്ന രോഗങ്ങൾ മാറുമോ? ആ രോഗം നമ്മളെ കൊണ്ടല്ലേ പോവുള്ളൂ. അപ്പൊ രോഗശാന്തി രക്ഷയ്ക്ക് കാരണമാണോ? അത് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് എന്തിനാ? ഒന്ന് പറയാമോ? കറക്റ്റ്, കൈകൊടു. കർത്താവ് ദൈവപുത്രനാണെന്ന് ലോകം വിശ്വസിക്കാനാണ്
കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത്. ആനായാലും കല്ലിൽ വീഞ്ഞാക്കിയത്, രോഗികളെ സൗഖ്യമാക്കിയത്. ഈ നിൽക്കുന്ന മനുഷ്യൻ ആരാ? മനുഷ്യ ശരീരത്തിൽ നിൽക്കുന്നെങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ രക്ഷിക്കാൻ വന്നിരിക്കുന്ന പുത്രനാണിത്. ഇത് ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും കുമിള് പോലെ കിടപ്പുണ്ട്. ഇവിടെ പൂക്കാട്ടുപടി കിടപ്പുണ്ട് വലിയൊരു ദുരുപദേശി. പുള്ളി കോടീശ്വരനാണ്. പുള്ളി കാശ് വെച്ചാ പ്രവർത്തനം നടത്തുന്നത്. അനേകർ അതിൽ അഡിക്റ്റായി നശിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് വേണ്ടിയും ആ കൂട്ടർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലാതെ ഒന്നും പറയാനില്ല. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ആരും നിഷേധിക്കരുത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ച ഒരു സഹോദരനുമായിട്ട് സംഭാഷണം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഈ പ്രദേശത്തെ കണ്ടുപോരെന്ന് പറഞ്ഞു. കാരണം എന്താ? നല്ല പത്യോപദേശം പ്രസംഗിച്ചിട്ട് അവിടെ ഇവിടെയും പോയി അവിടെ ദുരുപദേശം കേട്ടിട്ട് നമ്മളെ നന്നാക്കാൻ വരിക. നല്ല കഥ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പൊ വീണ്ടും ജനനം വചനം ഹൃദയത്തിൽ വീണ് സംഭവിക്കുന്നതാണ്. രോഗസൗഖ്യത്തിലൂടെയോ അത്ഭുതങ്ങളിലൂടെയോ അടയാളങ്ങളിലൂടെയോ എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് വലിയൊരു മറക്കൽ കിട്ടിയതുകൊണ്ടോ വീണ്ടും ജനനം സംഭവിക്കുന്നില്ല. എന്നാൽ ഇന്ന് ന്യൂ ജനറേഷൻ പാസ്റ്റർമാര് അങ്ങനെ വീണ്ടും ജനനം എന്ന് പറഞ്ഞ് വ്യാജമായി പ്രസംഗിച്ച് ജനത്തെ കൂട്ടി വരുത്തി അവർ കോടീശ്വരന്മാരായി അവർ സുഖിച്ചു കൊണ്ടിരിക്കുക. അവരുടെ പിറകെ പോയാൽ നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. അത് തെന്നിപ്പോകത്തില്ല, ഉറപ്പാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിലേക്ക് വരിക. അതിന് ഞാൻ സാധാരണ പറയുന്നത്, റോമാസഭയെ അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചു, കൊരിന്ത് സഭയെ അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചു. അടുത്ത സഭ ഏതാ? ഗലാത്യ സഭയെ അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചു. അടുത്ത സഭ ഏതാ? എഫേസ്യ സഭയെ ഉപദേശം പഠിപ്പിച്ചു. അടുത്തതേതാ? ഫിലിപ്പിയ സഭയെ ഉപദേശം പഠിപ്പിച്ചു. അടുത്തതേതാ? കൊലോസില് സഭയെ ഉപദേശം പഠിപ്പിച്ചു. കൊരിന്ത് സഭയെ ഉപദേശം പഠിപ്പിച്ചു. അവസാനമായിട്ട് തെസ്സലോനിക്ക സഭയെ ഉപദേശം പഠിപ്പിച്ചു. ആ സഭകളെ ഉപദേശം പഠിപ്പിച്ച ഉപദേശം ലിഖിതമായി അവർ മരിക്കുന്നതിന് മുൻപ് അവർ ആത്മാവിൽ നിയോഗമായി എഴുതി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതാ പൗലോസ് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുക. ദൈവാലോചന മുഴുവനും അറിയിച്ചു തന്നിരിക്കുക. ആ അറിയിച്ചു തന്നിരിക്കുന്ന ദൈവാലോചന അനുസരിച്ച് ജീവിക്കാതെ ധർമ്മക്കണ്ണന്റെ ആ കണ്ണന്റെ ഈ കണ്ണന്റെയും ഉപദേശം കേട്ട് പോയവനൊക്കെ കുഴഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ IPCയിലെ ഒരു പ്രധാന പാസ്റ്റർ ഉണ്ടായിരുന്നു ഈ മാമങ്ങൾക്ക്. അതിൻ്റെ പേര് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല, പേര് പറഞ്ഞ് അവഹേളിക്കുന്നില്ല. IPCയിലെ ഏറ്റവും വലിയൊരു പാസ്റ്റർ. ഒരു ദിവസം ഞാൻ ആ വഴിയെ പോകുമ്പോൾ ഭയങ്കര തിരക്ക്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ഇവിടെ ഇങ്ങനെ തിരക്ക്? ഒരു വിശ്വാസിയെ മറുപടി പറഞ്ഞു, ധർമ്മക്കണ്ണം വരുന്നുണ്ട്, കള്ളപ്രവാചകൻ, പുള്ളി ലോകത്ത് പോയി. കള്ളപ്രവാചകന്റെ പുറകെയൊക്കെ ഞങ്ങൾ കുറെ നടന്നതാണ്. അതുകൊണ്ട് കള്ളപ്രവചനം എന്തെങ്കിലും മനസ്സിലാക്കി പറയുന്നത്, അല്ലാതെ ഇത് വെറുതെ ചുമ്മാ പറയല്ല. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചിക്കുന്നവനോ പറ പ്രവചിക്കുന്നവന്റെ പ്രവചനം ഏതാ? ആത്മീയ വർധനവിനും പിന്നെ പ്രബോധനത്തിനും പിന്നെ ആശ്വാസത്തിനുമായി പ്രവചിക്കും. 1 കൊരിന്ത്യർ 14:3. ഇനി പ്രവൃത്തി പുസ്തകത്തിലുള്ളത്, യൂദയും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. അതാ പ്രവചനം. അപ്പൊ ചോദിക്കും, പഴയ നിയമത്തിൽ പ്രവചനം അന്ന് ലിഖിതമായ പ്രമാണം ഇല്ലല്ലോ. യെശയ്യാപ്രവചനം ഒരു കാളവണ്ടിയിൽ വലിച്ചുകൊണ്ട് നടക്കണമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. കാരണം അത് സുന്നവുകളിൽ ഇരിക്കുക, ആലയങ്ങളിൽ ഇരിക്കുക. ഓരോ പ്രവചന പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അത് തോൽ ചുവരുകളിലും മറ്റു വിവിധമായ മാധ്യമങ്ങളിലൊക്കെ എഴുതി പറക്കിയ ആലയങ്ങളിൽ വെച്ചിരിക്കുക. അതൊന്നും എടുത്തുകൊണ്ടൊന്നും ഉപദേശിക്ക് പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല. പുരോഹിതൻ രാവിലെ പോയി ഇച്ചിരിയൊക്കെ നോക്കിയിട്ട് വല്ലതൊക്കെ വിളിച്ചു പറയും, അത്രേ ഉള്ളൂ. ആ വചനം കേട്ട് ജീവിച്ചവർക്കൊക്കെ 30-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും. പാപം മറയ്ക്കപ്പെടുക, ന്യായപ്രമാണത്തിലൂടെ പാപം മറയ്ക്കപ്പെടുക. എന്നാൽ ക്രിസ്തുവിന്റെ പ്രമാണം വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മർക്കോസ് 2:5-10. മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടത്. അപ്പൊ വീണ്ടും ജനനം എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ മറക്കരുത്. അത്ഭുതം കാട്ടി രോഗശാന്തി കൊടുത്ത് പ്രാർത്ഥിച്ച വിഷയത്തിന് വിടുതൽ കിട്ടിയാലൊന്നും വീണ്ടും ജനനം നടക്കത്തില്ല. അത് കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് പാപബോധമുണ്ടായി അലമുറയിട്ട് കരഞ്ഞ് ഞാൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞു കൂകി ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ
ആ വ്യക്തിയെ ദൈവം നീതീകരിക്കുന്നു. ആ നീതീകരിക്കപ്പെട്ട വ്യക്തി പിന്നെ എന്ത് ചെയ്യണം? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം ഒരായുസ് മുഴുവൻ. അവസാന ശ്വാസം പോകുന്നവരെയും വിശുദ്ധീകരണം ആ വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കണം. അത് വചനം കേട്ട് നടക്കണമെന്നാണ് റോമർ 6:19, 20, 21, 22, 23 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നീതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിശുദ്ധീകരണം കിട്ടും. നീതീകരണം, വിശുദ്ധി പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം ഈസിക്കൽ ടു നിത്യജീവൻ, തേജസ്കരണം. ഇത് ബ്രീഫായിട്ട് പറയാനായിട്ട് എനിക്ക് ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനത് പറയുകയാണ്. അതുകൊണ്ട് ജസ്റ്റിഫിക്കേഷൻ, സാൻറ്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഈ 3 കാര്യങ്ങൾ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഇതിൻ്റെ ഉപദേശം സംക്ഷിപ്ത രൂപമായിട്ട് ഈ 2 ക്ലിപ്പുകളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ട് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ